ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ സ്വന്തം സ്നേഹിത്. അങ്ങനെ രാത്രി കിട്ടിയ സാധനങ്ങളൊക്കെ കൂടെ പെറുക്കി കെട്ടി രാവിലേക്ക് അത് പെട്ടിമേൽ പാക്ക് ചെയ്തു. രാവിലെ പോയി വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടു. പിന്നെ അത് ഈ കാണണ്ടല്ലോ, സങ്കടമല്ല കേട്ടോ, ഞാൻ പോയി കിട്ടില്ലോ എന്നുള്ള എല്ലാവരെയും സന്തോഷമാണ്. വേണ്ട മക്കളെ, ഞാൻ തിരിച്ചു വരും. അങ്ങനെ എൻ്റെ വണ്ടി കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നി. വലിയ മാഫി മുഷ്കിലാന്ന് പറഞ്ഞാണ്ട് എയർപോർട്ട് എത്തി. അവിടെ നിന്ന് ഫാമിലിൻ്റെ ഒപ്പം ഒരു ചായ അടിച്ചു. എല്ലാവർക്കും ഒരു ചെറിയ സങ്കടം ഉണ്ട്. പിന്നെ നേരെ ബോർഡിംഗ് പാസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് ബോർഡിംഗ് പാസ് കിട്ടി. അത് കിട്ടിയ ഷോ ആട്ടോ ഇനി എല്ലാവരും കാണാൻ പോണത്. ഇനി ഈ ബ്ലോഗ് മൊത്തം സാധനം ഉണ്ടാവും. അങ്ങനെ നേരെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കയറി അവിടെ നിന്ന് തേരാപാര നടന്ന ഒരു ഡോണട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ആ കോള് വരുന്നത്. പേടിക്കണ്ട, സൗദി ഫുള്ളി നമ്മളേക്കല്ലേ. എൻ്റെ പട്ടച്ചോൻ, ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചാർജായി. പിന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ ഓടി പഠിച്ച് കയറി അവിടുത്തെ വിൻഡോ സീറ്റ് നോക്കി ബുക്കൊക്കെ ഇരുന്ന് വായിച്ചു. കണ്ണടച്ച് തുറന്നില്ല. സൗദി എത്തി. അങ്ങനെ വെൽക്കം ടു സൗദി അറേബ്യ എന്ന് ഞാൻ ഇന്നോട് തന്നെ പറഞ്ഞ ഇഷാമിൻ്റെ ഉപ്പൻ്റെ കാറിൽ ഞാൻ കയറിപ്പോയി. അപ്പം അതിൻ്റെ ബാക്കി ഭാഗം ഇനി എന്നേലൊക്കെ കാണാം.